പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്ര ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. എൻ്റെ മക്കളോട് എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ LSS USS ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ശാസ്ത്രമേളകളിൽ പങ്കെടുക്കാനുള്ള സാമൂഹ്യശാസ്ത്ര ക്വിസിൻ്റെ ചോദ്യങ്ങളാണ്. ഇനി കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും ഉണ്ട്, അതും കൂടി പോയി കാണണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. വില്ലുവണ്ടി സമരപ്രക്ഷോഭം നയിച്ചതാര്? അയ്യങ്കാളി. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരമേത്? കോട്ടയം. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നതാര്? ധ്യാൻചന്ദ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശ്ശൂർ. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഹെറോഡോട്ടസ്. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ജപ്പാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യമേത്? കാനഡ. മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആര്? ബാബർ. ചെങ്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി ആര്? ഷാജഹാൻ. ഇന്ത്യയിൽ എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്? 6. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏത്? തമിഴ്. കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 6 എണ്ണം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ഇരവിക്കുളം ദേശീയോദ്യാനം. 15ാമത്തെ ക്വസ്റ്റ്യന്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാട്ടും ചോല. ഇന്ത്യയിലെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. ഇന്ത്യനെ പറ്റിയിട്ട് കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നൽകുകയാണ്. ഇത് മക്കൾക്ക് അറിയുന്നതാണ്, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ദേശീയ മരം ആൽമരം. ദേശീയ മത്സ്യം അയല. ദേശീയ ജലജീവി ഡോൾഫിൻ. ദേശീയ പക്ഷി മയിൽ. ദേശീയ നദി ഗംഗ. ദേശീയ കായിക വിനോദം ഹോക്കി. 17ാമത്തെ ചോദ്യം. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പിൻ്റെ പേരെന്ത്? ബാബർ നാമ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചതാര്? വേലുത്തമ്പി ദളവ. അടുത്ത ചോദ്യം. പശ്ചിമഘട്ടത്തെ രണ്ടായി മുറിക്കുന്ന ചുരം ഏത്? പാലക്കാട് ചുരം. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത്? കൊച്ചി. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഇടുക്കി. 22. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയും കാസർഗോഡാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? കുറ്റ്യാടിപ്പുഴ. 24ാമത്തെ ക്വസ്റ്റ്യന്. കേരളത്തിൽ ഏത് നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്? പെരിയാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്ര? ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാർ. 3 എണ്ണം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? വയനാട്. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത്? കബനി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. വാഗൺ ട്രാജഡി സ്മാരക ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ. ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല ഏത്? പാലക്കാട്. അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ബംഗ്ലാദേശ്. ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഓർത്ത് വെക്കണം കേട്ടോ. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ എത്ര? 5. വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏത്?
പസഫിക് സമുദ്രം. 36ാമത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേരെന്ത്? ഭൂമധ്യരേഖ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്? ഗ്രീൻലാൻഡ്. കേരളത്തിലെ പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകൃഷ്ണപുരം കൊട്ടാരം. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്ത് എത്ര ജില്ലകളുണ്ട്? 2. ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അമേരിക്ക. 44ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. നൈലിൻ്റെ ദാനം എന്ന് വിശേഷണമുള്ള രാജ്യമേത്? ഈജിപ്ത്. 46ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സജീവമായ ഏക അഗ്നിപർവ്വതമേത്? ആരൻ. ആൻഡമാൻ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വനത്തിൻ്റെ നാട് എന്നർത്ഥമുള്ള സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യയുടെ. കുളച്ചൽ യുദ്ധം നടന്ന വർഷമേത്? 1741. 50ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് തൻ്റെ ആശയങ്ങളുടെ പ്രചാരണത്തിനായി സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ബ്രഹ്മസമാജം. ഓക്കെ മക്കളെ, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും 5, 7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളും LSS, USS ക്ലാസ്സുകളൊക്കെ നിൽക്കുന്നുണ്ട്. മക്കളെല്ലാവരും പോയി കാണണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.